Radio Lime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യുകെയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയാണ് സെന്റ് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി. 1413 സ്ഥാപിതമായ യൂണിവേഴ്സിറ്റി ഫൈഫിലെ സെന്റ് ആൻഡ്രൂസ് പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും സമ്പന്നമായ ചരിത്രത്തിനും പ്രശസ്തമായ സെന്റ് ആൻഡ്രൂസ് കലാശാസ്ത്രം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയോട് ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പ്രശസ്തമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. വില്യം രാജകുമാരനാണ് ഇവിടെ പഠിച്ചത്. വേറിട്ട ഒരു കണ്ടുപിടുത്തത്തിന്റെ പേരിലാണ് ഇപ്പോൾ സെന്റ് ആൻഡ്രൂസ് സർവകലാശാല വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ അടങ്ങിയ പുസ്തകങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുവാനുള്ള ഒരു പുതിയ ഉപകരണം സർവകലാശാല വികസിപ്പിച്ചെടുത്തു. പുസ്തക കവറുകൾക്ക് വ്യക്തമായ മരതക പച്ചനിറം ലഭിക്കുവാൻ പ്രസാധകർ ചെമ്പിൽ ആർസെനിക് കലർത്തി ഉപയോഗിച്ചിരുന്നു. പൊതുജനങ്ങൾക്കുള്ള അപകട സാധ്യത കുറവാണ്. എങ്കിലും ആർസെനിക് അടങ്ങിയ പുസ്തകങ്ങൾ പതിവായി കൈകാര്യം ചെയ്യുന്നത് കണ്ണ്, മൂക്ക്, തൊണ്ട എന്നിവയുൾപ്പെടെ ശരീരഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൂടുതൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്കും കാരണമാകും. NHS മെന്റൽ ഹെൽത്ത് ട്രസ്റ്റിലെ രോഗി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെ രോഗിയെ പരിചരിക്കുന്നതിൽ ട്രസ്റ്റ് ഗുരുതര വീഴ്ച വരുത്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 20 രോഗികളുടെ മരണത്തിൽ ഗുരുതരമായ ആശങ്കകൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രമുഖ മാധ്യമമായ BBC. നേരത്തെ തന്നെ നോർത്ത് ഈസ്റ്റ് ലണ്ടൻ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കോർണർമാർ ഉയർത്തിക്കാട്ടിയിരുന്നു. പലപ്പോഴും രോഗികളുടെ റിപ്പോർട്ടിൽ ട്രസ്റ്റ് കൃത്രിമത്വം കാട്ടിയതായും കണ്ടെത്തി. രോഗി മരിച്ച് 3 ദിവസത്തിനു ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചതായി രേഖപ്പെടുത്തിയ സംഭവം വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോഴിതാ NELFTയിലെ ഗുഡ്മൈസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 22-കാരിയായ ആലീസ് ഫിഗോറിഡയുടെ പരിചരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി ഓൾ ഡെയിലി ജൂറി കണ്ടെത്തി. എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ ഞെട്ടൽ മാറും മുമ്പ് തന്നെ വിമാന കമ്പനികളുടെ നിലവാരവും വിമാനങ്ങളുടെ ട്രാക്ക് റെക്കോർഡുമൊക്കെ വിശദമായി വിലയിരുത്തി ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ കഴിയുന്ന വിമാന കമ്പനികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. എയർലൈൻസ് റേറ്റിംഗ്.com എന്ന വെബ്സൈറ്റാണ് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാന സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനികളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 1-ാം സ്ഥാനത്തുള്ളത് എയർ ന്യൂസിലൻഡ് ആണ്. ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും ഗുണനിലവാരമുള്ള പൈലറ്റ് പരിശീലനവും പ്രത്യേകതയായ ഈ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ എല്ലാം തന്നെ താരതമ്യേന പുതിയവയാണ്. കഴിഞ്ഞ വർഷവും 2022 ഇവർ തന്നെയായിരുന്നു സുരക്ഷാ കാര്യത്തിൽ ഒന്നാമത്. ഇറാനിൽ US വ്യോമാക്രമണത്തിന് പച്ചക്കുടി വീശി ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തിന്റെ അന്തിമ ഉത്തരവ് നൽകുവാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയായതെന്നാണ് റിപ്പോർട്ട്. ഇറാനെതിരെ ഒരു സമ്പൂർണ്ണ വിജയം മാത്രമാണ് ഇനി സ്വീകരിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയ US പ്രസിഡന്റ് വെടിനിർത്തലിൽ താൽപര്യമില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുവാനുള്ള പദ്ധതിക്കാണ് ട്രംപ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകൾ വെളിപ്പെടുത്തി. എന്നിരുന്നാലും ഇറാൻ ഭരണകൂടം ആണവ പ്രോഗ്രാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമോ എന്ന് കാത്തിരിക്കുവാനും ട്രംപ് തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ പേരിലാണ് ഈ താൽക്കാലിക കാത്തിരിപ്പെന്നും വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് തങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ US മിഡിൽ ഈസ്റ്റ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നതെന്ന് തെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം ട്രംപ് സൈനിക നടപടിയുമായി മുന്നോട്ടു പോയാൽ ഇതിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ UK തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ലെസ്റ്റർ മലയാളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 15 സംഘടിപ്പിച്ച ഓൾ UK മലയാളി ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയകരമായി സമാപിച്ചു. യുകെയിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള മികച്ച 12 മലയാളി ക്രിക്കറ്റ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. കവൻട്രി ബ്ലൂസ് ടീമാണ് ടൂർണമെന്റിൽ ജേതാക്കളായത്. ഡെക്സ് 11 നോർത്താംപ്ടൺ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി. ഇന്ത്യയിലെ കേരള ക്രിക്കറ്റ് ടീം മുൻതാരം രാഹുൽ പൊന്നൻ ഉൾപ്പെടെ പരിചയസമ്പന്നരായ നിരവധി കളിക്കാർ ഇത്തവണ മത്സരങ്ങളിൽ അണിനിരന്നിരുന്നു. മത്സരം ഗ്രിഫ് ആൻഡ് കോട്ടൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്, ന്യൂഡിഗേറ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നീ ലെസ്റ്ററിലെ 2 പ്രധാന വേദികളായി നടന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. രാജ്യത്തിന്റെ വ്യക്തിത്വത്തിൽ ഇന്ത്യൻ ഭാഷകളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ത്യയുടെ ഭാഷാ പാരമ്പര്യം തിരിച്ചുകൊണ്ടുവരുവാനും മാതൃഭാഷയുടെ അഭിമാനത്തിന്റെ പേരിൽ ലോകത്തെ നയിക്കുവാനും സമയമായി. മുൻ IAS-കാരൻ അശുതോഷ് അഗ്നിഹോത്രിയുടെ മെയിം ഭൂത് ഗുദ് സാഗർ ഹും എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് അധികം വൈകാതെ ലജ്ജ തോന്നും. അങ്ങനെ ഒരു സാഹചര്യം അധികം താമസിക്കാതെ ഉണ്ടാകും. നിശ്ചയദാർഢ്യം ഉള്ളവർക്കേ മാറ്റം കൊണ്ടുവരുവാനാകൂ. നമ്മുടെ സംസ്കാരത്തിന്റെ അലങ്കാരമാണ് നമ്മുടെ രാജ്യത്തെ ഭാഷകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഭാഷകളില്ലെങ്കിൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായി നമുക്ക് നിലനിൽക്കാനാകില്ല എന്നും അമിത് ഷാ പറഞ്ഞു. ഭരണഘടനയാണോ കാവിക്കൊടി എന്തിയ വനിതയാണോ വലുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് മന്ത്രി V ശിവൻകുട്ടി ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഭാരതാംബ സങ്കല്പം എന്താണെന്ന് മന്ത്രി ചോദിച്ചു. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അതിർത്തികളെ ഈ സങ്കല്പം ബഹുമാനിക്കുന്നുണ്ടോ? ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരമൊരു പൂജ നടത്തിയതിലൂടെ ഗവർണർ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഗവർണർ സ്വയം അപമാനിതനായി. ഭരണഘടനാ തലവൻ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നും മന്ത്രി പറഞ്ഞു.
വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കുവാനുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് പദ്ധതിക്ക് കേന്ദ്ര സഹായം വൈകുന്ന സാഹചര്യത്തിൽ ഈ വിഹിതം കൂടി തൽക്കാലം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് വഹിക്കും. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് അനുസരിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന 2221 കോടി രൂപയുടെ വിഹിതവും പുനർനിർമ്മാണത്തിന് ലഭിക്കേണ്ടതുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് തൽക്കാലം ഈ തുകയും CMDRF-ൽ നിന്നും വിനിയോഗിക്കും. കേന്ദ്രം പണം നൽകുമ്പോൾ CMDRF-ലേക്ക് ഡിസ്ട്രസ് റിലീഫ് വരവ് വയ്ക്കും. ഇതുൾപ്പെടെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള ധനവിനിയോഗം അംഗീകരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. ഉരുൾപൊട്ടലിന് ശേഷം ദുരിതാശ്വാസ നിധിയിലെത്തിയ തുകയാണ് CMDRF വിഹിതമായി ഉപയോഗിക്കുക. ഇനി കായിക വാർത്തകൾ. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട്. സീനിയർ ഓൾറൗണ്ടർ ക്രിസ് വോക്സ് ടീമിൽ തിരിച്ചെത്തിയപ്പോൾ ജേക്കബ് ബെഥലിന് പകരം ഒലി പോപ്പിനെ ഉൾപ്പെടുത്തി. പരിക്കേറ്റ ഗസ് ആറ്റിങ്സിന് പകരം ബ്രൈഡൻ കാസ് ടീമിലെത്തി. ഷുഐബ് ബഷീറാണ് ഏക സ്പിന്നർ. ജോലിഭാരം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് BCCI അധികൃതരോട് ആവശ്യപ്പെട്ടതായി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറ. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചതിന് പിന്നാലെ വൈസ് ക്യാപ്റ്റനായ ബുംറയെ നായകസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ അടിക്കടിയുള്ള പരിക്കും ജോലിഭാരവും മൂലം ക്യാപ്റ്റൻസിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ബുംറ BCCയോട് ആവശ്യപ്പെട്ടു. ക്യാപ്റ്റനായാൽ പരമ്പര മുഴുവൻ കളിച്ചിരിക്കണം. പരിക്ക് മൂലം എനിക്ക് പരമ്പര പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ടീമിനെ ആകെ ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടെന്ന് അറിയിച്ചതെന്ന് ബുംറ പറഞ്ഞു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.60 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.